ഏറെ പ്രസിദ്ധമാണ് ഇരിങ്ങോൾ പൂരം. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഇരിങ്ങോൾ പൂരത്തിന് എത്തിച്ചേരുന്നത്. എന്നാൽ ഇത്തവണ എത്തിച്ചേരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കൗതുക കാഴ്ച തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ് നാഗഞ്ചേരിമന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ. ഇരിങ്ങോൾ നാഗഞ്ചേരിമന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മാർച്ച് 31 നടക്കുന്ന ഇരിങ്ങോൾ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ട് നടത്തിയ അലങ്കാരം സാധാരണ അലങ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇരിങ്ങോൾ കാവിന് സമീപത്തായാണ് അലങ്കാരം ഒരുക്കിയിരിക്കുന്നത്. സൃഷ്ടിപരമായും കൂട്ടായ്മയിലൂടെയും ആകർഷകമായി ഒരുക്കപ്പെട്ടതിനാൽ തന്നെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഇത് വളരെ സന്തോഷമുണ്ട്. കണ്ണിന് ആകെ ഒരു കുളിർമയും സന്തോഷവും നൽകുന്നതാണ് ഈ പരിപാടി. ഇരിങ്ങോൾ കാവലമ്മയുടെ പൂരത്തിന്റെ ഭാഗമായിട്ട് നാഗഞ്ചേരിമന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇത്രയും നല്ലൊരു ഡെക്കറേഷൻ ഇവിടെ ചെയ്തതിൽ വളരെയേറെ അഭിനന്ദനങ്ങൾ പറയുന്നു. ഇത് ചെയ്ത എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നല്ല കാര്യം, വളരെ നല്ല കാര്യം, നല്ലതാണ്, നല്ല ഐശ്വര്യമായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. കൂട്ടായ്മയുടെ പരിശ്രമവും ആശയവും അലങ്കാരത്തിൽ പ്രകടമായി. VP രാജീവ്, അരുൺകുമാർ TA, ഗിരീഷ് PG, ഗോപിനാഥൻ KP, രതീഷ്, വിജയകുമാർ, അനൂപ്, ജയലേഷ്, മണി തെച്ചാമ്പുറം എന്നിവരുടെ ആശയത്തിലാണ് ഇത്തരം ഒരു പ്രവൃത്തി രൂപം കൊണ്ടത്. ഞങ്ങൾ കൂട്ടുകാർ വിവിധ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ ആറ്റുകാൽ പൊങ്കാല പോയിരുന്നു. അത് കഴിഞ്ഞ് ഗുരുവായൂർ പറനിറയ്ക്കൽ ചടങ്ങിന് പോയി. അവിടെ എല്ലാം കാണുമ്പോൾ എല്ലാ മുക്കിലും മൂലയിലും നാട്ടുകാർ ഒത്തൊരുമിച്ചു ഇതുപോലുള്ള സംഭവങ്ങൾ ഇതിലും ഗംഭീരമായിട്ട് നമ്മളിത് തുടക്കത്തിലായ കാരണം വലിയ ഐഡിയകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിലും ഗംഭീരമായിട്ട് അവിടെ വലിയ ആഘോഷങ്ങളാണ്. ഓരോ ജംഗ്ഷനുകളിലും ഓരോ ഗ്രാമങ്ങളിൽ അവരത് ആ ഗ്രാമത്തിൻ്റെ ഉത്സവമായിട്ട് എടുക്കുകയാണ്. നമ്മൾ അതുപോലെ ഒന്ന് തുടക്കം വെച്ച് നോക്കുകയാണ്. അത് കണ്ടിട്ട് എല്ലാവർക്കും ഒരു പ്രചോദനം ആവുകയാണെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്. വരും കാലങ്ങളിൽ എല്ലാവരും ഇതുപോലെ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഞങ്ങളും അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് അലങ്കരിച്ചൊക്കെ ചെയ്യാനായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. തുടക്കമായ കാരണം കുറേ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നാടുകളിൽ എല്ലാ നാട്ടിലും ചെല്ലുമ്പോൾ ആ നാട്ടുകാരും ഒക്കെ ആയിട്ട് വളരെ ഉത്സാഹത്തിലാണ്. ഇന്നലെ ഒരു ചേച്ചി ഇതിൽ പോയപ്പോൾ പറഞ്ഞു, സാധാരണ ഉത്സവം നടക്കുമ്പോൾ ആ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ദിവസം മാത്രമാണ് പൂരാണെന്ന് അറിയണത്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇല്ലല്ലോ, വാഹനങ്ങളില്ല. ഇതിപ്പോൾ പുറം നാട്ടിൽ നിന്നുള്ള ആളുകൾ ഇതിൽ കടന്നു പോകുമ്പോൾ ഇതെന്താണെന്ന് ചിന്തിക്കുകയും ഇരിങ്ങോൾ കാവിലെ പൂരമാണെന്ന് അറിയുകയും ചെയ്യുമ്പോൾ അവർക്ക് ആ പൂരത്തിനോടനുബന്ധിച്ചൊരു മാനസികമായിട്ടൊരു അടുപ്പം ഉണ്ടാവുകയും അവർക്കൊരു ഭക്തിമാർഗത്തിലേക്ക് പോകാനുള്ളൊരു രീതിയും കൂടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ കൂട്ടുകാരുടെയും ചിന്താഗതി. എല്ലാവരും നല്ല അഭിപ്രായമായിട്ടാണ് പറയുന്നത്. എന്നെ കണ്ട് പലരും ഇന്ന് രാവിലെ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു നന്നായിട്ടുണ്ട്, ഇതുപോലെ ഇനി അടുത്ത പ്രാവശ്യം വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 3-4 ദിവസത്തെ ഇതാണ്, അതൊരു പുതിയ ഒരു സംരംഭമാണിത് ആദ്യമായിട്ട്. പിന്നെ ഇരിങ്ങോൾ പൂരം എന്ന് പറഞ്ഞ ദേശത്തിൻ്റെ പൂരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഭക്തജനങ്ങളും പുറമേ നിന്ന് വന്ന ഭക്തജനങ്ങളും വളരെ അവരെ ആകർഷിക്കുന്ന വിധത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിവിടെ ഒരുക്കിയിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിത് ആദ്യം ഇത്ര മനോഹരമാക്കി തീർക്കണം എന്നുള്ള രീതിയിൽ ചെയ്തു വന്നപ്പോഴാണ് ഇത്രയും നല്ല രീതിയിലായത്. പിന്നീട് ഇത് ആളുകളിലേക്ക് എത്തിക്കുക, അത് വഴി മറ്റുള്ള ആളുകൾക്ക് ഇതൊരു പ്രചോദനമാവാൻ വേണ്ടിയാണ് കൂടിയാണ്. ഇനി അടുത്ത വർഷങ്ങളിൽ ഇതിലും നല്ല രീതിയിൽ എല്ലാ ജംഗ്ഷനിലും ഇങ്ങനെയുള്ള ഓരോ പരിപാടികൾ ആയിട്ട് എല്ലാവരും ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അതനുസരിച്ച് നമ്മുടെയും വർക്ക് നല്ല മനോഹരമാക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നു. കടയിലിരിക്കുന്നതിലും ഈ ഒരു ഇതിവിടെ ചെയ്ത് ഈ രൂപവും കാര്യങ്ങളൊക്കെ ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് പ്രത്യേക ഒരു ഫീലിംഗ് ഉണ്ട് ഇത് കണ്ടപ്പോൾ. പിന്നെ ഇന്നലെ വൈകിട്ട് മുതലാണെങ്കിലും ആളുകളൊക്കെ വന്ന് അത്യാവശ്യം ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് പോകുന്നു. എല്ലാവരും മെസ്സേജുകളൊക്കെ ആണെങ്കിലും ഇതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇടുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് ഓരോ വർഷവും ഗംഭീരമായിട്ട് ഇത് നല്ല രീതിയിൽ വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായം, എല്ലാവരും ഹാപ്പിയാണ്. ഒരു പുതിയൊരു കാഴ്ചയാണ് ഇവിടുത്തെ. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ആശയമാണ് ഈ രീതിയിൽ വന്നേക്കുന്നത്. ഞങ്ങളെല്ലാവരുടെയും കൂട്ടായ്മയാണ്. ഞങ്ങൾക്കിതിപ്പോൾ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ആറ്റുകാൽ അതുപോലെ തന്നെ ഗുരുവായൂരൊക്കെ പോയി ഇത് കണ്ട പിന്നെയാണ് അത് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ കൊള്ളാമെന്നൊരാഗ്രഹം വന്നത്. അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ്മയായി ചെയ്തതാണ്. യുവതലമുറ സോഷ്യൽ മീഡിയയ്ക്കും മൊബൈലിനുമെല്ലാം അഡിക്റ്റ് ആവുമ്പോൾ തികച്ചും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഈ ഒരു ഇരിങ്ങോളിലെ നാഗഞ്ചേരിമന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇവർ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു കൂട്ടായ്മ തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് നാടിൻ്റെ ഒരു പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്നുകൊണ്ട്. അത് തികച്ചും അഭിനന്ദനാർഹമാണ്. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.